കൃത്യമായ ഒരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഏത് ലക്ഷ്യവും നേടിയെടുക്കാൻ സാധിക്കും. പക്ഷെ ആ പ്ലാൻ പ്രാക്ടിക്കൽ ആയിരിക്കണം. പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ്, ഡിസിപ്ലിൻ ഇതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം അല്ലെ, മെയ് മാസം മുതൽ ജൂലൈ മാസം വരെ ആയിരിക്കും നടക്കാൻ പോവുക. ആ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങിയാൽ പോലും ജയിക്കാൻ സാധിക്കും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളതാണ്. ഈ വീഡിയോ വഴി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും സെൽഫ് സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റഡി പ്ലാൻ ആണ്. ആ സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് തന്നുവിടും. ടെലിഗ്രാം ചാനലിൽ ഞാനത് അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ചാനൽ മെമ്പേഴ്സ് ആവുക, എല്ലാവരും ടെലിഗ്രാം ചാനൽ മെമ്പേഴ്സ് ആവുക. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചാനലിൽ നമ്മൾ ഇത്തരത്തിലുള്ള PDF-കളും ഡെയിലി രാവിലെ ഫ്രീ മോക്ക് ടെസ്റ്റും റൺ ചെയ്യുന്നുണ്ട്. ഡിഗ്രി പ്രിലിംസ് എക്സാം കഴിയുന്നത് വരെ മര്യാദയ്ക്ക് എല്ലാവരും ആ മോക്ക് ടെസ്റ്റും ഇത്തരത്തിലുള്ള PDF-കളും യൂട്ടിലൈസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് സ്റ്റഡി പ്ലാൻ ആണ്. ഈ വിശാലമായിട്ടുള്ള സ്റ്റഡി പ്ലാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണ് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നമുക്കറിയാം, ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന്റെ സിലബസ് എടുക്കുമ്പോൾ അതിനകത്ത് ഹിസ്റ്ററി മുതൽ ജോഗ്രഫി, സയൻസ് ആൻഡ് ടെക്നോളജി, ആർട്ട് അല്ലെ, കലാ, സാഹിത്യം, സംസ്കാരം, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാം വെറൈറ്റി സബ്ജക്റ്റുകളാണ് അല്ലെ. നിരത്തി വെച്ചിരിക്കുന്നത് പരസ്പര ബന്ധമൊന്നും ഇല്ലാത്ത ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. ഇത് ആക്ച്വലി നമുക്ക് നല്ലതാണ്. സ്റ്റഡീസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, റിസർച്ചുകൾ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക് കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ബോറടിക്കാനും പ്രൊഡക്ടിവിറ്റി കുറയാനും അത് കാരണമാകും. പക്ഷേ ഡിഫറെന്റ് സബ്ജക്റ്റുകൾ മിക്സ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തലച്ചോറിന്റെ ഡിഫറെന്റ് ഏരിയാസ് ആയിരിക്കും അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യപ്പെടുക. ഇപ്പൊ നിങ്ങൾ മാത്തമാറ്റിക്സ്, കണക്ക് പഠിക്കാൻ ഉപയോഗിക്കുന്ന തലച്ചോറിന്റെ ഭാഗമായിരിക്കില്ല നിങ്ങൾ കലയോ സംസ്കാരമോ അല്ലെങ്കിൽ ലാംഗ്വേജ്, മലയാളമോ ഇംഗ്ലീഷോ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫിസിക്സ് പഠിക്കാൻ വേണ്ടി മറ്റൊരു ഭാഗമായിരിക്കും നിങ്ങൾ തലച്ചോറിൽ യൂസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സബ്ജക്ട് രാവിലെ മുതൽ രാത്രി വരെ കുത്തിയിരുന്ന് പഠിക്കാതെ മിക്സപ്പ് ചെയ്യണം. രാവിലെ നിങ്ങൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ഹിസ്റ്ററി പഠിക്കുക, രാത്രിയിൽ മാത്സ് പഠിക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് ഡിഫറെന്റ് സബ്ജക്റ്റുകൾ മിക്സ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒന്നാമതൊരു കാര്യം. അപ്പം ബോറടിക്കാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. എഗെയിൻ, ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ളതാണ്. ഇപ്പോൾ ഡിഗ്രി ലെവൽ ക്രാഷ് ബാച്ചുകൾ നിങ്ങൾ റൺ ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു ഡിഫറെന്റ് സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ യൂട്ടിലൈസ് ചെയ്തത്. ഞങ്ങളുടെ ക്ലാസ് നോട്ട്സിനും വീഡിയോ ക്ലാസ്സസിനും ലൈവ് ക്ലാസ്സസിനും മാച്ച് ആവുന്ന രീതിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റഡി പ്ലാൻ ആയിരിക്കില്ല അവിടെ തരിക. ഞാൻ അഡ്വാൻസ്ഡ് പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഒരു ഷോർട്ട് കട്ടിൽ കൂടെ സിലബസ് എല്ലാം കവർ ചെയ്ത് റിവിഷനും നടത്തി ഫുള്ളി സജ്ജമായിക്കൊണ്ട് പ്രിലിംസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അഫോർഡബിൾ പ്രിലിംസ് ക്രാഷ് ബാച്ചിലേക്ക് വരാവുന്നതാണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. മെന്റേഴ്സ് ഡെമോ ക്ലാസ് സഹിതം നിങ്ങൾക്ക് തരും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയ്ക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. രണ്ടാമതായി എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഓരോരുത്തരും വളരെ യുണീക്കാണ്. ഒരു വ്യക്തിയെ പോലെ മറ്റൊരു വ്യക്തി ഇല്ല. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റഡി പ്ലാൻ, ഞാൻ ഇപ്പം തരാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ അതുപോലെ അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യാതെ അത് നിങ്ങൾക്ക് വേണ്ടുന്ന ചില മൈക്രോസ്കോപ്പിക് അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തണം. ഇപ്പം ഞാനിപ്പോൾ ചിലപ്പോൾ രാവിലെ ഹിസ്റ്ററി പഠിക്കണമെന്നായിരിക്കും പറയുന്നത്. രാവിലെ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈമാണ്. ഹിസ്റ്ററി നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ ഹിസ്റ്ററി മാറ്റിയിട്ട് നിങ്ങൾ അവിടെ എന്ത് പഠിക്കണം? നിങ്ങൾക്ക് അറിയാത്തൊരു സബ്ജക്റ്റ്, മാത്സ് ആവാം, സയൻസ് ആവാം, ജോഗ്രഫി ആവാം, എക്കണോമിക്സ് ആവാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും യുണീക്കാണ്. ഞാൻ ഈ തരുന്ന സ്റ്റഡി പ്ലാൻ ഇതുപോലെ അങ്ങ് യൂട്ടിലൈസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്കൊരു മൈക്രോസ്കോപ്പിക് അഡ്ജസ്റ്റ്മെന്റ്സ് ആ ടൈം ടേബിൾ വരുത്തണമെങ്കിൽ വരുത്താം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുക? ഡെയിലി ഒരു 7-8 മണിക്കൂർ അല്ലെങ്കിൽ 4-5 മണിക്കൂർ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ടാസ്ക് ആണ്. പക്ഷെ നിങ്ങൾ അവിടെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് പഠനം രസകരമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പോമഡോറോ ടെക്നിക്കാണ്. പോമഡോറോ ടെക്നിക് ഞാൻ പല വീഡിയോസ് ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 1 മണിക്കൂർ 2 മണിക്കൂർ അടുപ്പിച്ചിരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നതിനേക്കാൾ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടും ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ രസകരമായിട്ടും പഠിക്കാൻ പറ്റുന്നത് പോമഡോറോ ടെക്നിക് യൂസ് ചെയ്യുമ്പോഴാണ്. അതായത് നിങ്ങൾ 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം ഫ്രെയിം എടുക്കുക. അത്രയും സമയം പഠിക്കുക, പിന്നെ 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, പിന്നെ 25 മിനിറ്റ്സ് പഠിക്കുക, പിന്നെ 5 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കുക. അങ്ങനെ നിങ്ങളുടെ 4 സർക്കിൾ ചെയ്യാം. 4 തവണ ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് എടുക്കാം. ഇങ്ങനെ മൈക്രോസ്കോപ്പിക് ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ തലച്ചോറ് ഇങ്ങനെ ചൂടായി പഴുത്ത് വരാത്ത രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഈ ഒരു ടൈം ഫ്രെയിം നിങ്ങൾക്ക് അഡ്ജസ്റ്റ്. ഇപ്പം ഞാൻ പഠിച്ചു തുടങ്ങുന്ന സമയത്ത്
മിനിറ്റ്സ് ആയിരുന്നു. പിന്നെ ഞാൻ 25 മിനിറ്റ്സിലേക്ക് പുഷ് ചെയ്തു. ഞാൻ പിന്നെ അവസാനമായപ്പോൾ 45 മിനിറ്റ്സിൽ വരെ ഞാൻ പുഷ് ചെയ്തിരുന്നു. നിങ്ങൾ തുടക്കത്തിലെ 45 മിനിറ്റ്സിലേക്ക് എത്തണ്ട, 25 മിനിറ്റ്സിൽ പോയാൽ മതി. ഞാൻ അവസാനം 45 മിനിറ്റ്സ് പഠിക്കും, ഒരു 7 മിനിറ്റ് റെസ്റ്റ് എടുക്കും. പിന്നെ 45 മിനിറ്റ്സ് പഠിക്കും, 7 മിനിറ്റ് റെസ്റ്റ് എടുക്കും. അത് നമ്മുടെ തലച്ചോറിന് അങ്ങനെ അഡാപ്റ്റ് ആയിട്ട് വരാനുള്ളൊരു സമയം നിങ്ങൾ കൊടുക്കണം. ഡേ 1 മുതലൊന്ന് 45 മിനിറ്റ്സ് അടുപ്പിച്ച് പഠിക്കേണ്ട, 20 മിനിറ്റ്സോ 25 മിനിറ്റ്സോ പഠിച്ചാൽ മതി. ഒരു 1-2 മാസത്തിനകം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 45 മിനിറ്റ്സോ 1 അവറോ ഒക്കെ പിന്നെ പുഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്നിക്കലായിട്ട് പഠിക്കുക, വാരി വലിച്ച് പഠിക്കാതിരിക്കുക. സ്റ്റഡി പ്ലാനിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് അവസാനമായി നിങ്ങളടുത്ത് പറയേണ്ട ഒരു കാര്യം, ഹോട്ട് ടോപ്പിക്കുകൾ കട്ടയ്ക്ക് പഠിക്കുക എന്നുള്ളതാണ്. സിലബസിന് 100% ഫിനിഷ് ചെയ്ത് റിവിഷൻ നടത്താനുള്ള സമയം നിങ്ങൾക്ക് ആർക്കും ഇല്ല. പ്രത്യേകിച്ച് നിങ്ങളൊരു വീട്ടമ്മയോ വർക്കിംഗ് കാൻഡിഡേറ്റോ ആണെങ്കിൽ ഉണ്ടാവില്ല. പക്ഷേ പ്രിലിംസ് ഒരു ക്വാളിഫയിങ് സ്റ്റേജ് മാത്രമാണ്. സേഫ് ആയിട്ട് ജയിച്ച് കയറുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. കഴിഞ്ഞ വർഷവും ഞങ്ങൾ പ്രിഡിക്റ്റ് ചെയ്ത ഹോട്ട് ടോപ്പിക്സും തന്നെയാണ് ജയിക്കാൻ വേണ്ട മാർക്കുകളെല്ലാം വന്നത്. 100 മാർക്കൊന്നും വാങ്ങിക്കാൻ ആരെ കൊണ്ട് ഒക്കത്തില്ല. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഓരോ സബ്ജക്റ്റിലും ഹോട്ട് ടോപ്പിക്സ് ഏത് വേണം എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഇടാം. കഴിഞ്ഞ വർഷത്തെ പ്ലേലിസ്റ്റിനകത്ത് കഴിഞ്ഞ വർഷം വരെയുള്ള ഹോട്ട് ടോപ്പിക് അപ്ഡേറ്റഡ് ആണ്. പഠിച്ചു തുടങ്ങുന്നവർക്ക് അത് യൂസ് ചെയ്യാം. അതല്ല, ഫ്രഷ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് ഹോട്ട് ടോപ്പിക്സ് ലിസ്റ്റ് വേണമെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ നമുക്കത് ചെയ്യാം. എഗെയിൻ നമ്മുടെ ക്രാഷ് ബാച്ചിൽ മെമ്പർ ആവുന്ന വിദ്യാർത്ഥികൾ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ഹോട്ട് ടോപ്പിക്സ് എല്ലാം അതിൽ നമ്മൾ കവർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഹോട്ട് ടോപ്പിക്സിന്റെ PDF-ഉം നിങ്ങൾക്ക് തന്നേക്കാം. അപ്പം ഞങ്ങൾ ഈ ഒരു എഫേർട്ട് ഇടുമ്പോൾ നിങ്ങൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയണമല്ലോ. അതാണ് കമന്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കിനി നമ്മുടെ സ്റ്റഡി പ്ലാൻ ജസ്റ്റ് ഒന്ന് നോക്കാം. വിശദമായിട്ട് സ്റ്റഡി പ്ലാൻ മറ്റൊരു ദിവസം പ്ലാൻ ചെയ്യാം. 60 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആഴ്ചയിൽ 6 ദിവസം പഠിക്കണം, ഒരു ദിവസം റിവിഷന് വേണ്ടി കണ്ടെത്തണം. ഇവിടെ നിങ്ങൾ ചോദിക്കും, റെസ്റ്റ് എടുക്കാൻ സമയം വേണ്ടേ എന്നുള്ളത്. ഇതിനുള്ള സമയം നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെവലിൽ കണ്ടെത്തണം. അപ്പം ചില ആൾക്കാർക്ക് 2 ദിവസം കൂടുമ്പോൾ ഒരു ഹാഫ് ഡേ ബ്രേക്ക് എടുക്കാൻ തോന്നും, 3 ദിവസം കൂടുമ്പോൾ ഹാഫ് ഡേ ബ്രേക്ക് എടുക്കാൻ തോന്നും. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും യുണീക്കാണ്. നിങ്ങൾ എപ്പോൾ റെസ്റ്റ് എടുക്കണമെന്ന് എനിക്ക് പറയാൻ ഒക്കത്തില്ല, അങ്ങനെ പറഞ്ഞത് ശരിയല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ റിവിഷൻ ഡേ ഹാഫ് ഡേ റെസ്റ്റ് എടുത്തിട്ട് ബാക്കി ഹാഫ് ഡേ റിവിഷൻ നടത്തുക. ജനറലി ഞാൻ റെസ്റ്റ് എടുത്തിരുന്നു റിവിഷൻ ഡേ എന്നാണ്. നമുക്ക് ജസ്റ്റ് ഇതിൽ ഒരു ഗ്ലാൻസ് നമുക്ക് നോക്കാം അല്ലെ. ഇപ്പൊ ഡേ വൺ എന്ന് പറയുമ്പോൾ കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ജോഗ്രഫിയും പഠിക്കാം. രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള 2 സബ്ജക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ആവർത്തന പരിസ്ഥിതി ഒഴിവാക്കി പ്രോ ആക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. പിന്നീടുള്ള ദിവസം എന്ത് ചെയ്യുക, കേരള ജോഗ്രഫി കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, ഇന്ത്യൻ എക്കണോമിക്സ് പഠിക്കുക. അങ്ങനെ കേരള ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്ട് കേരള പെർസ്പെക്റ്റീവിൽ കണ്ടിന്യൂഷൻ വേണ്ടുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ടാണ് അത് 2 ദിവസം അടുപ്പിച്ചിട്ടുള്ളത്. ഡേ 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ സിവിക്സ് മാത്രം പഠിച്ചാൽ മതി. സിവിക്സ് എന്ന സബ്ജക്റ്റിന്റെ ഗുണം അതാ. അതിനകത്ത് എക്കണോമിക്സ് വരും, കോൺസ്റ്റിറ്റ്യൂഷൻ വരും, ഹിസ്റ്ററി വരും, എല്ലാം വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇ ഗവർണൻസ് അതായത് ടെക്നോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. ഇ ഗവർണൻസ് ലോക്പാൽ, ലോകായുക്ത, ജുഡീഷ്യറി റിലേറ്റഡ് സംഭവമാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ജനറൽ ഗവർണൻസിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് വളരെ ഡിഫറെന്റ് ഫ്ലേവർ ഉള്ള സബ്ജക്റ്റ് ആണ് സിവിക്സ്. നമുക്ക് അവിടുന്ന് മാർക്ക് വരും. ഇതിന്റെ കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ്, പിന്നെ കലാ, സാഹിത്യ, സംസ്കാരം, IT, ഇത്രയും സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഏകദേശം 60% കൂടുതൽ മാർക്ക് വരുന്നു. ഈ സബ്ജക്റ്റുകൾ നിങ്ങൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ GK ടോപ്പിക്സ് പഠിക്കുമ്പോൾ ഹോട്ട് ടോപ്പിക്സ് മാത്രം വെച്ച് പഠിച്ചാൽ പോലും പ്രിലിംസ് പാസ്സാവാൻ പറ്റും. മെയിൻസ് പറ്റത്തില്ല. മെയിൻസിന് കുറെ കൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കണം. പ്രിലിംസ് നമുക്ക് പാസ്സാവാൻ പറ്റും. ഈ ഒരു ഫിലോസഫിയിലാണ് ആരെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമുക്ക് സമയമുണ്ട് പഠിച്ചു തീർക്കാൻ. അതുകൊണ്ടാണ് എൻ്റെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റഡി ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് തീരെ സമയമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം ഹോട്ട് ടോപ്പിക്കും സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ അതാണ് ഫസ്റ്റ് വീക്കിന്റെ ഏകദേശം ഒരു 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 എന്താ പറയാ ലുക്ക് എന്ന് പറയുന്നത്. ഡേ 6 നമ്മൾ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കുന്നത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ആർട്ടിക്കിൾസ് തന്നെ പഠിച്ചു തുടങ്ങുക, ഇന്റലബിലിറ്റി അങ്ങനെ പഠിച്ചു തുടങ്ങാം. ഇത് ഞാൻ തന്നു വിട്ടേക്കാം, അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. നന്നായിട്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ടത് ഒരു ഉറപ്പാണ്, ഈ സ്റ്റഡി പ്ലാൻ യൂട്ടിലൈസ് ചെയ്യുമെന്നുള്ള ഉറപ്പ്. അങ്ങനെ ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോസും ഞങ്ങൾ ഇടുന്നതാണ്. അത് വെച്ച് നന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു അഫോർഡബിൾ ബാച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്രാഷ് കോഴ്സിലേക്ക് വരാം. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ ഒന്നും റിസർച്ചിന് പോകേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ടും, ക്ലാസ് നോട്ട്സും, വീഡിയോ ക്ലാസ്സും, റിവിഷൻ ക്ലാസ്സുകളും, വീക്ക്ലി മോക്ക് ടെസ്റ്റും ഒരു സിംഗിൾ പാക്കേജിനകത്ത് കിട്ടുന്നതാണ്. അതല്ല, നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ എന്ത് റിക്വയർമെന്റും നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം, ഞങ്ങൾ അത് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ചിലപ്പം കുറച്ച് ഡിലേ വരും, എന്നാലും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എന്ത് ചെയ്യുക,
കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ സ്റ്റഡി പ്ലാൻ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കറിയാൻ പറ്റും നിങ്ങൾ എത്രത്തോളം എഫക്റ്റീവായിട്ട് പഠിക്കുന്നു എന്നുള്ളൊരു കാര്യം. അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്നും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. താങ്ക് യു. ബൈ.